റാം നാരായൺ റാം. ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഉണ്ടായ തർക്കം വ്യക്തിഗത ഉടമസ്ഥാവകാശം കൊണ്ടാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ പറയുന്നു, ഇത് എൻ്റെ ഭൂമി. ഫലസ്തീൻ പറയുന്നു, ഇത് എൻ്റെ ഭൂമി. പക്ഷേ ഭൂമി എല്ലാവരുടെയും. അതിനാൽ തന്നെ എല്ലാവർക്കും അതിന്മേൽ അവകാശമുണ്ട്. ഭൂമിയിൽ വ്യക്തിപരമായ ഉടമസ്ഥാവകാശം ഉള്ളതിനാലാണ് വഴക്കുകൾ. ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നടക്കുന്നതെല്ലാം കാണുമ്പോൾ അവരെ റാം നാരായൺ റാം എന്ന ജപം ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഇസ്ലാമിക വിശ്വാസികളോട് പറയേണ്ടത്, ഒരു ദിവസമെങ്കിലും 24 മണിക്കൂർ റാം നാരായൺ റാം ജപം ചെയ്യുക എന്ന്. അപ്പോൾ മുഴുവൻ ലോകവും കാണും ഈ അറബ് രാജ്യങ്ങൾ റാം നാരായൺ റാം ജപം ചെയ്യുന്നതായി. അല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം റാം നാരായൺ റാം ആണ്. ഒരു തവണ ആ പേരിൽ വിളിക്കുക, പിന്നെ കാണുക, അവൻ തീർച്ചയായും വരും. റാം നാരായൺ റാം ആണ് യഥാർത്ഥ ദൈവം. എല്ലാവരും റാം നാരായൺ റാം ജപിക്കണം. ഭൂമിയിൽ ഇത്രയും പണ്ഡിതന്മാർ ഉണ്ടെങ്കിലും എങ്ങനെ അവർ മൗഢ്യത്തോടെ പെരുമാറുന്നു? ഭൂമിയിൽ ആരെങ്കിലും രാജാവായിരുന്നാൽ ആരെങ്കിലും പ്രജ, ആരെങ്കിലും സമ്പന്നനായി, ആരെങ്കിലും ദരിദ്രനായി. ഇത് എങ്ങനെയാണ്? ഭൂമിയിൽ എല്ലാവരും തുല്യരായിരിക്കണം, ഒരു ഭേദഭാവവും ഉണ്ടാകരുത്. ഈ സാഹചര്യം ഏകദേശം 10,000 വർഷം മുമ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭൂമിയിൽ ആരും രാജാവല്ല. എല്ലാവരുടെയും യഥാർത്ഥ ഉടമ വെറും ഒരാളാണ്, ആകാശം. ആകാശമാണ് എല്ലാവരുടെയും മാതാപിതാക്കൾ. നിങ്ങൾ ആകാശത്തെ ദൈവം അല്ലെങ്കിൽ അല്ലാഹ് എന്ന് വിളിച്ചാൽ അത് കേൾക്കില്ല. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിൽ വിളിക്കണം. റാം നാരായൺ റാം എന്നാണ് ആ പേര്. അപ്പോൾ മാത്രമേ അദ്ദേഹം വരികയുള്ളൂ. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് റാം നാരായൺ റാം ജപം ചെയ്യണം. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ലാഭം ലഭിക്കും. ഭൂമിയിൽ മനുഷ്യൻ തന്നെയാണ് മറ്റൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. എന്നാൽ ഒരിക്കൽ മനുഷ്യൻ റാം നാരായൺ റാം ജപം തുടങ്ങുമ്പോൾ അവർ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങും, പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കും. റാം നാരായൺ റാം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ നാമമാണ്. അതാണ് ആകാശത്തിൻ്റെ നാമം. നിങ്ങൾ ചിന്തിക്കുന്നു, വിവേകത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന്. വിവേകം കേൾക്കും, സംസാരിക്കും. അത് നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തുന്ന ശക്തിയാണ്. അത് നല്ലതും ചീത്തയുമെന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കും. വിവേകമാണ് മനസ്സ്, വിവേകമാണ് ശരീരം, വിവേകമാണ് ചൈതന്യം, വിവേകമാണ് ആത്മാവ്, വിവേകമാണ് എല്ലാം. നമ്മുടെ ശരീരത്തിനകത്തെ എല്ലായും നമ്മുടേതായിരിക്കുമ്പോൾ ശരീരം മുഴുവൻ ഒരു പൂർണ്ണ പാക്കേജായി പ്രവർത്തിക്കും. റാം നാരായൺ റാം ജപം നിങ്ങൾ എല്ലായ്പ്പോഴും തുടരണമെന്ന് ഞാൻ പറയുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകാം. ഈ ബീജമന്ത്രത്തിലുണ്ട് അതിയായ ശക്തിയും ബലവും. അത് നിങ്ങളുടെ ഓരോ കോശത്തെയും ഉണർത്തും, ജീവിതത്തിൽ വിജയം കൊണ്ടുവന്ന് സന്തോഷം നൽകും.